ദ്വാദശസ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായമാണ് പറയേണ്ടതായിട്ടുള്ളത്. 5-ാമത്തെ അധ്യായം ബ്രഹ്മോപദേശം എന്നുള്ളത് വളരെ സാധ്യമായിട്ട് ഉള്ള രീതിയിൽ സംഗമേശ്വരൻ തമ്പുരാൻ പറഞ്ഞ് സമർപ്പിച്ചിട്ടുണ്ട്. ബ്രഹ്മോപദേശം എന്നുള്ളത് സാധ്യമാണ്, അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ എന്നുള്ളത് സാധ്യമാണ്, നമ്മുടെ എല്ലാവരുടെയും അവകാശമാണ്. അതിനുള്ള അധികാരം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഭാഗവതം അതാണ് പറഞ്ഞു വയ്ക്കുന്നത്. വളരെ ലളിതമാണ് എന്നാണ്, സാധ്യമാണ് ബ്രഹ്മവിദ്യ എന്നാണ് പറയുക. അതിനെ നമ്മളാണ് പിന്നീട് എന്തോ ഒരു സങ്കീർണമായിട്ടുള്ള വിഷയമായിട്ട് മാറ്റി തീർക്കുന്നത് നമ്മളാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ, ഒന്ന് ആവേശമെടുത്താൽ, ഒന്ന് ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ, ഗുരുവായൂരപ്പനിൽ ഭക്തിപ്രേമത്തോടുകൂടി ഇരുന്നാൽ വളരെ എളുപ്പത്തിൽ സിദ്ധിക്കുന്നതാണ് ബ്രഹ്മവിദ്യ. ഇത് ഭാഗവതത്തിൽ കൂടിയിട്ട് പ്രകാശിതമായിട്ട് തീരുന്നുണ്ട്. ആ ബ്രഹ്മോപദേശത്തെ കൊടുത്തു കഴിഞ്ഞ് അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷന്നാത്മാനം ആത്മന്യാധായ നിഷ്കളേ എന്ന് പറഞ്ഞതിനെ പരീക്ഷിത്ത് എങ്ങനെ സാധ്യമാക്കി തീർക്കണു എന്നാണ് 6-ാമത്തെ അധ്യായം പറഞ്ഞു തരുന്നത്. ഭാഗവതത്തിൻ്റെ മുന്നിൽ, സത്രങ്ങളുടെ മുന്നിൽ, സജ്ജനങ്ങളുടെ ഗുരുനാഥന്മാരുടെ മുന്നിൽ ശ്രദ്ധയോടുകൂടി, ഇവിടെ മാത്രമല്ല നിങ്ങളിൽ മിക്ക ആൾക്കാരും പല യജ്ഞങ്ങളിൽ, സപ്താഹയജ്ഞങ്ങളിലും സത്രങ്ങളിലും ഒക്കെ പങ്കെടുത്ത ആൾക്കാരാണ്. അപ്പോൾ ഇതിനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുകയാണ്. നമുക്ക് സാധ്യമായിട്ട് വരുന്നില്ലെങ്കിൽ വീണ്ടും ആവർത്തിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളിതിനെ കൊണ്ടാടുന്നത്. പരീക്ഷത്തിന് ഒരു സപ്താഹം മതി. കാരണം അദ്ദേഹം ഗർഭത്തിൽ തന്നെ ഭഗവാനെ ദർശിച്ച ആളാണ്. നമ്മളും അതുപോലെ തന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മളും ഭഗവാനോടുള്ള പ്രാർത്ഥനകൾ ചെയ്തിട്ട് തന്നെയാണ് ഭൂമിയിലേക്ക് വരുന്നത്. എന്നാൽ എന്തുകൊണ്ടോ നമുക്ക് ഈ കൈവല്യാനുഭൂതി നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്. അതിനെ വീണ്ടും തിരികെ പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു അധികാരം അതിലേക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മറന്നുപോയ ഒരു വസ്തുത വളരെ ലളിതമായിട്ട് നമുക്ക് ആ അധ്യായത്തിൻ്റെ ഏകദേശം പകുതിയിൽ നിന്ന് മുകളിലേക്ക് കുറച്ച് തുടങ്ങാം. ഭാഗവതത്തിൻ്റെ മുന്നിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ സംഹിതയുടെ 6-ാമത്തെ അധ്യായത്തിൽ 2 പ്രാവശ്യമാണ് സംഹിത എന്നുള്ള പദം പ്രയോഗിക്കുന്നത്. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം. അല്ലെങ്കിൽ ഓരോ അധ്യായം വായിച്ചു കഴിയുമ്പോഴും പാരമഹംസ്യാം സംഹിതായാം എന്ന് നമ്മൾ പറയുന്നുണ്ട്. സംഹിതയാണ് ഭാഗവതം. വേദമന്ത്രങ്ങൾ തന്നെയാണ് ഭാഗവതത്തിലുള്ളത് എന്നർത്ഥം. പക്ഷെ വേദങ്ങൾ എല്ലാവർക്കും പഠിക്കാൻ പാടുമോ എന്ന് വെച്ചാൽ എല്ലാവർക്കും പഠിക്കാൻ പാടും. അതിൻ്റേതായിട്ടുള്ള ശുദ്ധിയെ ഏറ്റെടുക്കണം എന്ന് മാത്രം. നമുക്ക് ഏതായാലും ഭാഗവതം കൂടി അങ്ങനെ ഒരു ശുദ്ധിയിൽ കൂടിയിട്ടൊന്ന് സമീപിച്ചു പോകാം. എന്നിട്ട് നമുക്ക് പരീക്ഷത്തിൻ്റെ കഥയിലേക്ക് വരാം. നിങ്ങൾക്ക് ജീവിതത്തിൽ പേടിയുണ്ടോ? ഭയം എന്നുള്ളത് എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? എന്തിനെങ്കിലുമൊക്കെ ഭയമുണ്ടോ? പേടിയുണ്ടോ? ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ആഗ്രഹങ്ങളുണ്ടോ?
അതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ചോദ്യം ഭയമുണ്ടോ എന്ന് തന്നെയാണ്. ഈ ബ്രഹ്മോപദേശത്തിൽ ആദ്യം തന്നെ അതിനെയാണ് നിഷ്കാസിതമാക്കുന്നത്. അതന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. ഭയം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഭയം ഇടയ്ക്കൊക്കെ നമ്മളെ തീണ്ടുന്നുണ്ട്. ക്ലേശങ്ങൾ, ആശങ്കകൾ, പരിഭ്രമങ്ങൾ ഉണ്ട് നമുക്ക് പലർക്കും. ഭാഗവതം കൊണ്ട് കുറച്ചെങ്കിലും അതെങ്കിലുമൊക്കെ ഒന്ന് നീങ്ങണ്ടേ, നല്ലോണം നീങ്ങണ്ടേ, നല്ലോണം നീങ്ങണം, കുറച്ചല്ല നല്ലോണം നീങ്ങണം. ഭാഗവതം അപ്പം എങ്ങനെയാണ് കേൾക്കേണ്ടത്? ഭയമില്ല എന്ന് ഉറച്ച് പ്രഖ്യാപിക്കണ തരത്തിൽ ആയിത്തീരണം ഓരോ ജീവന്മാരും. എനിക്കിനി ജീവിതത്തിൽ ഒന്നിനെയും ഭയമില്ല, ഒരു വസ്തുവിനെയും ഭയമില്ല, ഒരു സംഭവങ്ങളെയും ഭയമില്ല, പരിഭ്രമമില്ല എനിക്ക് ജീവിതം എന്ന് പറയാൻ സാധിക്കണം. അപ്പോഴാണ് ജീവിത വിജയം എന്നുള്ളത് നമ്മൾ അനുഭവിക്കുന്നത്. ജീവിത വിജയം മാത്രമല്ല, മരണജയം അതുകൂടി സാധ്യമാക്കണം. നമ്മുടെ ഏറ്റവും വലിയ പേടി മരണം എന്നുള്ളതാണ്. അതിൻ്റെ ശകലങ്ങളായിട്ടുള്ള ഭയങ്ങളാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മളിലേക്ക് സംക്രമിപ്പിക്കുന്നത്. അധ്യായത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ പരീക്ഷത്ത് ശ്രീശുക ബ്രഹ്മർഷിയെ നമസ്കരിക്കുന്നു. ശ്രീശുക ബ്രഹ്മർഷി എല്ലാവരും ഇതാണ് ഏകദേശം പറയാനുള്ളത്. ശ്രീശുക ബ്രഹ്മർഷി എല്ലാവരും അനുഗ്രഹിച്ചിട്ട് ഗംഗാതീരം വിട്ടു പോകുന്നു. പിന്നീട് ജനമേജയൻ പരീക്ഷത്തിൻ്റെ പുത്രൻ സർപ്പയാഗം നടത്തുന്നു. അതിൽ കുറേ സർപ്പങ്ങൾ വെന്തുമരിക്കുന്നു. തക്ഷകൻ തന്നെ ഇന്ദ്രനോടുകൂടി വീഴാൻ പോകുന്നു. പക്ഷേ അതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു ബൃഹസ്പതി മുതലായിട്ടുള്ള മഹർഷിമാർ. അങ്ങനെ സർപ്പസത്രത്തെ ഉപേക്ഷിക്കുന്നു ജനമേജയൻ പരീക്ഷത്തിൻ്റെ മുക്തിക്ക് ശേഷം. പിന്നീട് വേദവിഭാഗങ്ങൾ, ഇതൊക്കെയാണ് 6-ാമത്തെ അധ്യായത്തിൽ. 7-ാമത്തെ അധ്യായത്തിൽ അഥർവവേദത്തിൻ്റെ ശാഖകളും പിന്നീട് പുരാണ ലക്ഷണങ്ങളും, അത്രയാണ് പ്രകരണമുള്ളത്. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ പകുതിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് തുടങ്ങാം. ഭാഗവതം 10-11 ദിവസമായിട്ട് കേട്ടു ഇവിടെ ഇരുന്ന്. ഇവിടെ മാത്രമല്ല, മറ്റനേകം യജ്ഞങ്ങളിൽ നിന്നും നിങ്ങൾ കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും മാറ്റം അവനവനിൽ ഭാഗവതം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ച് അതിനൊരു ഉത്തരം കണ്ടെത്തണം. അല്ലെങ്കിൽ എന്തു മാറ്റമാണ് സാമാന്യമായിട്ട് വേണ്ടത്? ഭാഗവതത്തെ മനസ്സിലാക്കാനുള്ള ഒരു യോഗ്യതയുടെ പടവുകൾ, അതാണ് കുറച്ച് മധ്യത്തിൽ നിന്ന്, അധ്യായത്തിൻ്റെ മധ്യത്തിൽ നിന്ന് മുകളിൽ നിന്ന് തുടങ്ങാമെന്ന് പറയും. എങ്ങനെ ജീവിക്കണം, എങ്ങനെ മരിക്കണം, ഇത് രണ്ടും പഠിപ്പിക്കുകയാണ് 6-ാമത്തെ അധ്യായത്തിൽ. അതിവാദം സ്ഥിതിക്ഷേത, ഇതെങ്കിലുമൊക്കെ സാധ്യമാവണം ഭാഗവതം കൊണ്ട്. അതിവാദം സ്ഥിതിക്ഷേത നാവമന്യേത കഞ്ചന നേമം ദേഹമാശ്രിത്യ വൈരം കുർവീത കേനചിൽ. ഇത് സാധ്യമാവുക ആദ്യം. തിതിക്ഷ എന്നൊരു ഗുണം ഏറ്റെടുക്കണം എന്നാണ്. സഹനശക്തി അതുണ്ടാവണം ഭാഗവതം മനസ്സിലാവണമെങ്കിൽ. അതിവാദം സ്ഥിതിക്ഷേത. നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങി ജീവിതത്തിലേക്ക് വരുമ്പം പലരും പലതും നമ്മളെക്കുറിച്ചിട്ട് പ്രചരിപ്പിക്കും, പറയും, നമ്മളിലേക്ക് പ്രസരിപ്പിക്കാൻ നിൽക്കും. പലതരത്തിലുള്ള മോശപ്പെട്ട സംഭവങ്ങളും വാക്കുകളും അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അവനവനോട് ചോദിച്ച് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയണതെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ നേരിട്ടത്? 6-ാമത്തെ അധ്യായത്തിൽ പറയണതാണ് കേട്ടോ. അതിവാദം സ്ഥിതിക്ഷേത. നിങ്ങൾക്ക് നിങ്ങളിൽ വരുന്ന വാക്കുകളെ, സംഭവങ്ങളെ, മോശമായതിനെ സഹിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? വിരോധമില്ലാതെ അതിനെ കാരുണ്യത്തോടു കൂടിയിട്ട് നമ്മളിലേക്ക് വരുന്ന സംഭവങ്ങളെ സഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ?
ഇല്ലെങ്കിൽ സാധിക്കണം. അതിവാദാം സ്ഥിതിക്ഷേത. ആദ്യത്തെ നമ്മളിലേക്ക് വരുന്ന അനുഭവങ്ങളെ സഹിക്കാൻ സാധിക്കണം. ഇത് ബ്രഹ്മസൗഖ്യത്തിൻ്റെ ഒരു യോഗ്യതയുടെ ഒരു ചെറിയ പടിയാണ്. നാവമന്യേത കഞ്ചന. ബാക്കിയുള്ളവരെ കുറിച്ചിട്ട് മോശമായത് പറയാതിരിക്കുക, ബാക്കിയുള്ളവരെ അപമാനിക്കാതിരിക്കുക. മനുഷ്യനെ മാത്രമല്ല, ലോകത്തിലെ സകല വസ്തുക്കളെയും ആദരവോടുകൂടി കാണാൻ സാധിക്കുക. കപിലോപദേശത്തിലൊക്കെ അത് പറയും. ദാനമാനങ്ങൾ കൊടുക്കണം ലോകത്തിലേക്ക് എന്ന്. ഓരോ വസ്തുവിലേക്കും എല്ലാം ഈശ്വര സ്വരൂപമാണ്. അതാണല്ലോ കാണേണ്ടത്. എല്ലാം ഈശ്വര സ്വരൂപമായിട്ട് കാണണം. അപ്പോൾ ആ ഈശ്വര സ്വരൂപമായിട്ട് കാണുമ്പോൾ അതിലേക്ക് ഓരോ വസ്തുവും നമ്മളിൽ നിന്ന് ആദരവും ദാനവും ആവശ്യപ്പെടുന്നുണ്ട്. ലോകത്തിലെ വസ്തുക്കൾ നാവമന്യേത കഞ്ചന. അപ്പോൾ ദാനമാനങ്ങൾ കൊടുക്കണം. ദ്വേഷിച്ചിട്ട്, പ്രപഞ്ചത്തെ ദ്വേഷിച്ച്, പ്രപഞ്ചത്തിലെ ഈശ്വര സ്വരൂപങ്ങളെ ദ്വേഷിച്ച് നിങ്ങൾ എത്ര വലിയ പൂജ ചെയ്താലും ഭസ്മന്യവ ജുഹോതിസ എന്ന് കാവലേയത്തിൽ പറയും. ഭസ്മത്തിൽ ഹോമിക്കണ പോലെ ആവുള്ളൂ അതൊക്കെ. ഒരു വസ്തുവിനെയും നിസ്സാരമാക്കി കാണരുത്. ആദരവോട് കൂടിയിട്ട് പ്രപഞ്ചത്തിനോട് പെരുമാറാൻ പാടുള്ളൂ. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ ഭാഗവത സത്രത്തിൽ പോയിരുന്ന ആളാണ്, ഇന്ന് തൊട്ട് പ്രതിജ്ഞ എടുക്കുക, ഞാൻ ഇങ്ങനെ ജീവിക്കുള്ളൂ. ന ചേമം ദേഹമാശ്രിത്യ വൈരം കുർവീത കേനചിൽ. നമ്മൾ പ്രാരബ്ധവശാൽ ഒരു ശരീരം എടുത്തിട്ടുണ്ട്. ആവർത്തിച്ച് അഹം ബ്രഹ്മ പരം ധാമ അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ശരീരബോധം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ശരീരബോധം നല്ലോണം ഉള്ള ആൾക്കാരാണ് നമ്മൾ. പക്ഷേ ഇത് ആവർത്തനം ചെയ്യണം. അതാണ് ഭാഗവതത്തിന് ആവർത്തിച്ച് ആവർത്തിച്ച് ശനൈഹി എന്ന് പറയും. ഒരു പ്രാവശ്യമല്ല, അനേകം പ്രാവശ്യം ചെയ്താലാണ്, അല്ലെങ്കിൽ അനേകം പ്രാവശ്യം കേട്ടാലാണ്, പറഞ്ഞാലാണ് ഈ ബ്രഹ്മബോധത്തിൻ്റെ ധാരണകളെ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കുക. കാരണം അത്രയും അധ്യാസം, അജ്ഞാനം നമ്മളെ പിടിമുറുക്കേണ്ടത്. മായയെക്കുറിച്ചുള്ള പ്രസ്താവന ഉണ്ട് ഇവിടെ. നമ്മൾ ഈ ശരീരാദികളാണ്. അപ്പം ശരീരാദികൾക്ക് വരുന്ന വികാരങ്ങൾ അല്ലെങ്കിൽ ബാധകൾ നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ട്. അത് പലപ്പോഴും നമ്മളെ മോശമായിട്ട് പെരുമാറാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. പ്രപഞ്ചത്തോട് മോശമായിട്ട് പെരുമാറാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. നമ്മളെ പറ്റി ഒരു ചീത്ത വാക്ക് വല്ലവരും പറഞ്ഞു, അയാളോട് ദേഷ്യം വരിക, അയാളോട് വിരോധം പറയുക, അയാൾക്ക് അപമാനം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്തണം എന്നോട്ട്. ശരീരാദികൾ വരുന്ന, അല്ലെങ്കിൽ ശരീരത്തിലേക്ക് വരുന്ന ഈ വിധത്തിലുള്ള വികാരവിചാരങ്ങളെ ഏതെങ്കിലും തരത്തിൽ സ്വീകരിച്ച് നചേനം ദേഹമാശ്രിത്യ വൈരം കുർവീത കേനച്ചിൽ. ആരോടും വൈരം വയ്ക്കാതിരിക്കുക, വിരോധം വയ്ക്കാതിരിക്കുക. ഭാഗവതം എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോകണ്ടേ സത്രത്തിൽ വന്നിട്ട്. ഇന്ന് തൊട്ട് ഈ വന്നിരിക്കുന്ന എത്ര ആൾക്കാരാണ് ശ്രദ്ധിച്ച് കേൾക്കണതെന്ന് അറിയില്ല. ഞാനിനി ഇന്ന് തൊട്ട് ഇനി ഒരു പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിനോടും വിരോധഭാവത്തിൽ പെരുമാറില്ല. പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളോടും ആദരവോടും പ്രേമത്തോടും കൂടി ദാനമാനാദികൾ ചെയ്തിട്ടേ ഞാനിനി ജീവിക്കുള്ളൂ. എന്നിലേക്ക് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള, വിപരീതമായിട്ടുള്ള സംഭവങ്ങളോ വാക്കുകളോ പ്രവൃത്തികളോ ഞാൻ പ്രസാദാത്മകമായിട്ട് സഹിക്കും, പ്രസാദത്തോടു കൂടി സഹിക്കും. നിങ്ങൾ പ്രപഞ്ചത്തോട് പെരുമാറുമ്പോൾ നിങ്ങളിലൊരു മന്ദസ്മിതം ഉണ്ടാവുണ്ടോ, നിങ്ങൾ ജീവിതത്തെ വിജയിച്ചു എന്നാണ് അർത്ഥം. പുഞ്ചിരിച്ചുകൊണ്ട് ഏത് ജീവിത സാഹചര്യങ്ങളെയും നേരിടാൻ നിങ്ങൾക്കാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗവതം മനസ്സിലാവും. ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ടൊക്കെ വരാൻ സാധിക്കും. പക്ഷെ ഭഗവാന് കൂടുതൽ ഇഷ്ടാവുക ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട്, എൻ്റെ ഗുരുവായൂരപ്പ എൻ്റെ കൂടെ ഒന്ന് ഇറങ്ങി വരില്ലേ എൻ്റെ മടിയിലേക്ക് പട്ടുകോണകമെടുത്ത് എന്ന് മന്ദസ്മിതത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി, അല്ലെങ്കിൽ എന്നിലേക്ക് ആലിംഗനാദികൾ ചെയ്യാൻ വരില്ലേ എന്നുള്ള
മധുരമോഹത്തോടു കൂടി സമീപിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കൂടും. അപ്പോൾ ഗുരുവായൂരപ്പന് കുറച്ചുകൂടി ഇഷ്ടാവും എന്നർത്ഥം. ഇറങ്ങി വരാൻ തയ്യാറായിട്ട് കാരുണ്യശ്രീ കോവിലിൽ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കരുണാമൂർത്തിയാണ് മഹാദേവനും ഗുരുവായൂരപ്പനും ഒക്കെ. അതിന് നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ ഈ പറഞ്ഞ പോലെ അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് പലപ്പോഴും, അല്ലെങ്കിൽ എന്നിലേക്ക് ഇന്ന ക്ലേശങ്ങൾ വന്നു വിഷാദാത്മകമായുള്ള മുഖത്തോടുകൂടി, അല്ലെങ്കിൽ ആവശ്യങ്ങളുടെ ആർത്തിയുള്ള മുഖഭാവത്തോടു കൂടിയൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഈശ്വരനെ സമീപിക്കുന്നത്. അങ്ങനെ അതൊന്നും മാറ്റുക. ഭാഗവതം എന്ന് പറഞ്ഞാൽ പരമപ്രേമത്തിൻ്റെ, മാധുര്യത്തിൻ്റെ, സ്വാദിൻ്റെ ശാസ്ത്രമാണ്. പുഞ്ചിരിയുടെ, മന്ദസ്മിതത്തിൻ്റെ, പരമപ്രേമത്തിൻ്റെ ശാസ്ത്രമാണ്. അപ്പോൾ ഇന്ന് തൊട്ട് ഇതാണ് പറയണത്, ആദ്യം പ്രതിജ്ഞ എടുക്കാൻ പറയണത്. ഇന്ന് തൊട്ട് ഇനി എന്നിലേക്ക് വരുന്ന ഏത് സംഭവങ്ങളെയും ഞാൻ പ്രസാദത്തോടുകൂടി സഹിക്കും. ഒരു വസ്തുവിലേക്കും വിരോധത്തോടുകൂടി പെരുമാറില്ല, മറിച്ച് ആദരവോടും സ്നേഹത്തോടും കൂടി മാനങ്ങൾ നൽകും പ്രപഞ്ചത്തിന്. അപ്പോഴാണ് നമ്മുടെ ഈ എല്ലാ അധികാരികളൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ പെരുമാറാൻ പഠിക്കുക. അപ്പോഴാണ് ഈ പ്രപഞ്ചം എന്നുള്ളത് മാറിത്തീരുക, പ്രസാദാത്മകമായിട്ട് തീരും. ലോകം മുഴുവൻ അനുഗ്രഹ ഈശ്വര സ്വരൂപങ്ങളായിട്ട് മാറി വരുന്ന കാഴ്ച കാണാം. വിപരീത കാലാവസ്ഥകളൊക്കെ നീങ്ങും ഇങ്ങനെയെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ വിപരീതമാക്കണത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളെങ്ങനെയാണ് പെരുമാറുന്നത് പ്രപഞ്ചത്തോട് നോക്കിയാൽ മതി. ഒന്ന് മാറ്റുക. ഭാഗവതം പഠിപ്പിച്ചു തരും. ഇതാണ് പകുതിയിൽ നിന്ന് മുകളിലേക്ക് തുടങ്ങുക പറയുന്നത്. അധ്യായത്തിൻ്റെ ഏകദേശം മധ്യത്തിൽ അല്ലെങ്കിൽ തുടക്കം കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അതിവാദാമസ്ഥിതിക്ഷേത നാവമന്യേത കഞ്ചന. പുസ്തകമുള്ളവർക്ക് 34-ാമത്തെ ശ്ലോകം 6-ാമത്തെ അധ്യായത്തിൽ. നേമം ദേഹമാശ്രിത്യ വൈരം കുർവീത കേനചിൽ. ഇതിന് സാധ്യമാവട്ടെ എന്ന് ആശംസിക്കണം. അതിൻ്റെ മുകളിലത്തെ ശ്ലോകം 33. തയേ തദധിഗച്ഛന്തി വിഷ്ണോറിയൽ പരമം പദം അഹം മമേതി ദൗർജന്യം നയേഷാം ദേഹഗേഹചം. ഈ 34-ാമത്തെ ശ്ലോകത്തിന് 33-ാമത്തെ ശ്ലോകത്തിലേക്ക് ഒരു പടവൊന്ന് കയറി നോക്കൂ. 34-ാമത്തത് സാധ്യമാക്കണം ജീവിതത്തിൽ. പ്രസാദാത്മകമായിട്ട് മന്ദസ്മിതത്തോടുകൂടി ജീവിതത്തിനോട് പെരുമാറുക. അപ്പോൾ തയേ തദധിഗച്ഛന്തി, അങ്ങനെയുള്ള ആൾക്കാർക്ക് സാധ്യമാവണ ഒരു ആനന്ദാവസ്ഥയുണ്ട്. തയേ തദധിഗച്ഛന്തി വിഷ്ണോറിയൽ പരമം പദം. അതാണ് ഗുരുവായൂരപ്പൻ്റെ കൂടുള്ള ഒരു സ്ഥാനം. ഏത് രീതിയിലാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ രീതിയിൽ ഭഗവാൻ നമ്മുടെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറായിട്ട് നിൽക്കണ വിഷ്ണോറിയത് പരമം പദം. അപ്പോൾ അടുത്ത പദവിയിലേക്ക് എന്തായിരിക്കണം? അഹം മമേതി ദൗർജന്യം നയേഷാം ദേഹഗേഹചം. നമ്മളിപ്പോൾ ഉള്ളത് 2 ഭാവങ്ങൾ നമുക്കുണ്ട് അധ്യാസം കാരണം. ഞാൻ എന്നുള്ള ശരീരാദികളിലുള്ള ഭാവം, എൻ്റേത് എന്നുള്ള അനിത്യവസ്തുക്കളിലുള്ള ഭാവം. ശരീരാദി നമ്മളിപ്പോൾ ഉള്ള ദുഃഖങ്ങൾക്കൊക്കെ കാരണം, വിഷമങ്ങൾക്കൊക്കെ കാരണം ഈ 2 അഹന്താമമതകളാണ്. ഞാൻ എന്നുള്ളത് ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്നുള്ള ബ്രഹ്മബോധത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ല, ആനന്ദം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ശരീരാദികളിലാണ്. ഗേഹജം, ദേഹത്തിലാണ് അഹം. ഗേഹജത്തില് മമേതി, എൻ്റെ. ബന്ധങ്ങൾ അനിത്യവസ്തുക്കളിൽ വയ്ക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം തൊട്ട പ്ലാസ്റ്റിക് പൊട്ട് അന്ന് രാത്രി കിടക്കാൻ പോകുമ്പോൾ കണ്ണാടിയിൽ ഒരു മുക്കിൽ കൊണ്ടുപോയിട്ട് ഒരു മൂലയിൽ കൊണ്ടുപോയിട്ട് സ്ഥാപിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആ പൊട്ട് വീണ്ടും അവിടെ കാണാതിരുന്നാൽ അപ്പോൾ തുടങ്ങും നമ്മുടെ പരിഭ്രമം. ആരാ എടുത്തു കൊണ്ടുപോയത്? എൻ്റെ പൊട്ട്. ഒരു നിസ്സാര വിലയ്ക്കുള്ള പ്ലാസ്റ്റിക് പൊട്ടിൽ വരെ എൻ്റെ എന്നുള്ള ബോധം കൊണ്ടുവയ്ക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ദിവസം കഷ്ടാവും. ഒരു ദിവസം മുഴുവൻ ചീത്തയാവാൻ അത് മതി. ആരാ കൊണ്ടുപോയത് പൊട്ട്?
അങ്ങനെ എൻ്റെ എന്നുള്ള മമതകൾ എവിടെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ട് വയ്ക്കണോ, അനിത്യ വസ്തുക്കളിൽ കൊണ്ടുപോയിട്ട് വയ്ക്കണോ, അവിടെയൊക്കെ ദുഃഖങ്ങൾ ഉണ്ടാവും. അതിനെ ഒന്ന് വിടുക. പറയാൻ എളുപ്പമാണ്, പക്ഷേ ഈ പറഞ്ഞ പോലെ ഏറ്റെടുക്കാനൊക്കെ സ്ഥിരമായിട്ടുള്ള അഭ്യാസം വേണ്ടി വരും. പതുക്കെ പതുക്കെ ഇത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ജീവിതം പഠിപ്പിക്കുന്നുണ്ടല്ലേ. പലപ്പോഴും എൻ്റേത് എന്ന് കരുതി ഏറ്റെടുത്ത പലതും ഒന്നുകിൽ നമ്മളോട് വിപരീതമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നുണ്ട്, അല്ലെങ്കിൽ സുഖത്തിന് പകരം ദുഃഖം തരുന്നുണ്ട്, നശിച്ചു പോകുന്നുണ്ട്. ദൂരത്തിലേക്ക് പോകുമ്പോഴും വിരോധത്തിൽ പെരുമാറുമ്പോഴും നശിച്ചു പോകുമ്പോഴും ആ പണ്ട് അല്ലെങ്കിൽ അപ്പോഴും ഉള്ള എൻ്റെ എന്നുള്ള വസ്തു നമുക്ക് ദുഃഖത്തെയും പരിഭ്രമത്തെയും ഭയത്തെയും തരുന്നുണ്ട്. അതിനെ വിടുക. അഹന്താമമതകളെ യഥാർത്ഥ രീതിയിൽ വിനിയോഗിക്കണം. നിങ്ങൾ ഞാൻ എന്നുള്ളത് ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്നുള്ള ബോധത്തിൽ ഉയരൂ. എൻ്റെ എന്നുള്ളത് ത്വമേ. കുന്തിദേവിയൊക്കെ പറയും അല്ലേ, ദേവകീ ദേവിയെയും കാൾ സ്നേഹം എന്നോടാണ്. ത്വയൈവ നാഥേന മുഹുറു വിപൽഗണാൽ ഏവാ എന്നൊരു പദം ഉപയോഗിക്കും. എനിക്ക് ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ. എൻ്റെ എന്ന് പറയാനുള്ള വസ്തു ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയായാൽ കുഴപ്പമില്ല. മറിച്ച് അനിത്യവസ്തുക്കളിൽ എൻ്റെ എന്ന് കൊണ്ടുപോയി വെച്ചാൽ അത് പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് തീരും. മായ എന്നുള്ളത് സൈഷാ വിഷ്ണോർ മഹാമായാ ബാധ്യയാ ലക്ഷണായയാ മുഹ്യന്ത്യസ്യേവാത്മഭൂത ഭൂതേഷു ഗുണവൃത്തിഭീ. വലിയ വലിയ ആൾക്കാർ വരെ ഈ പറഞ്ഞ പോലെ പഠിച്ച പാഠങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ അവർക്കും മായാബാധ ഒഴിവാക്കാൻ പറ്റണില്ല. അവരെയും ചിലപ്പോൾ വിഷമിപ്പിക്കും മായ എന്നുള്ളത്. അവരിലും ക്രോധാദി വികാരങ്ങൾ വരുന്നതായിട്ട് വലിയ വലിയ ആൾക്കാരിലും കാണാൻ സാധിക്കും. നല്ലോണം ശാസ്ത്രമൊക്കെ പഠിച്ചതാണ്. അവരും വിരുദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ പലതും അനുഷ്ഠിക്കുന്നത് കാണാം. മായ എന്നുള്ളതിനെ, അതിനെ ജയിക്കണം. അതിനെ ജയിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തെയും മരണത്തെയും ജയിക്കാൻ സാധിക്കാം. കിം ഭൂയ ശ്രോതുമിച്ഛസി എന്ന് പറഞ്ഞിട്ടാണ് 5-ാമത്തെ അധ്യായം സമർപ്പിക്കുന്നത്. ഇനി എന്താ കേൾക്കേണ്ടത്, ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇതുവരെ ഞാൻ പറഞ്ഞതെന്ന് ഇനി എന്തെങ്കിലും കേൾക്കേണ്ടതുണ്ടോ എന്ന് പറയുമ്പോൾ പരീക്ഷത്തിൻ്റെ ഒരവസ്ഥ ഉണ്ട്. ഏതന്നിശമ്യ മുനിനാഭിഹിതം പരീക്ഷിത് വ്യാസാത്മജേന നിഖിലാത്മദൃശാ സമേന തത്പാദമൂലമുപസൃത്യ നതേന മൂർധനാ ബദ്ധാഞ്ജലിസ്തമിതമാഹ സവിഷ്ണുരാതാം. ഗുരുനാഥനും ശിഷ്യനും നിഖിലാത്മദൃശാസമേന എന്നുള്ള ഗുരുനാഥൻ ശ്രീ ശുകബ്രഹ്മർഷി, വിഷ്ണുരാധൻ എന്നുള്ള പരീക്ഷിത്ത് ഗംഗാതീരത്തിൽ ഏറ്റവും മുന്നിലായിട്ട് ഗുരുനാഥൻ്റെ മുന്നിലിരിക്കണം. ബ്രഹ്മബോധത്തിൻ്റെ സകലതിനെയും പ്രവ്രജന്തം അനുപേതം അപേതകൃത്യം എന്നുള്ള തരത്തിലാണ് സർവഭൂത ആത്മദൃക്കായിട്ടുള്ള ശ്രീ ശുകബ്രഹ്മർഷി. നിഖിലാത്മദൃശാസമേന ശ്രീ ശുകബ്രഹ്മർഷി അവനവനെ സകല പ്രപഞ്ചത്തിലും പ്രപഞ്ചത്തിനെ അവനവനിലും ദർശിക്കുന്ന ആളാണ്. അതാണ് വ്യാസഭഗവാൻ ഉണ്ണി എന്ന് വിളിച്ച് പിന്നാലോടിയപ്പോൾ ശ്രീ ശുകബ്രഹ്മർഷിയുടെ സാമീപ്യം തന്നെ കാട്ടിലെ വൃക്ഷങ്ങൾക്ക് ബ്രഹ്മബോധത്തെ ഉണ്ടാക്കി കൊടുത്ത് അവരറിഞ്ഞു ഞങ്ങളും ബ്രഹ്മമാണെന്ന്. കാട്ടിലെ വൃക്ഷങ്ങളറിഞ്ഞ് വൃക്ഷങ്ങൾ മറുപടി കൊടുത്തു വ്യാസഭഗവാന് അച്ഛാ എന്ന് തിരിച്ചു വിളിച്ചുകൊണ്ട്. അങ്ങനെയുള്ള ശ്രീ ശുകബ്രഹ്മർഷിയാണ് ഗുരുനാഥനായിട്ടിരിക്കുന്നത്. ആ ഗുരുനാഥൻ്റെ പാദമൂലത്തെ സ്വന്തം ശിരസ്സിൽ ഏറ്റെടുക്കുകയാണ് പരീക്ഷിത്ത്. ആരാ പരീക്ഷിത്ത്? വിഷ്ണുരാതൻ.
ആണ്. ഗർഭത്തിൽ തന്നെ ഭഗവാനാൽ രക്ഷിക്കപ്പെട്ട ആളാണ്. അപ്പം ഈ ബ്രാഹ്മണൻ്റെ അല്ലെങ്കിൽ ബ്രാഹ്മണ ബാലൻ്റെ 7-ാം ദിവസം തക്ഷകം കടിച്ചു മരിക്കട്ടെ എന്നുള്ള ശാപത്തെ ഭഗവാന് മാറ്റി തീർക്കാൻ വല്ല പ്രയാസം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു പ്രയാസമൊന്നുമില്ല. പക്ഷെ അത് ചെയ്തില്ല. കാരണം അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ ഭാഗവതം കിട്ടില്ല. നമുക്ക് വേണ്ടി പരീക്ഷത്തിനെ ശ്രീശുക ബ്രഹ്മർഷിയുടെ മുന്നിലെത്തിച്ചിട്ട് ആ പാദത്തിൽ വീണ് നമസ്കരിച്ച് ധ്യായത വിഷ്ണുഗാഥ എന്നുള്ള പ്രാർത്ഥനയുടെ സാഫല്യങ്ങളിലേക്ക് ഭാഗവതം എത്തി എന്നർത്ഥം. അപ്പോൾ ഇതൊക്കെ ഭഗവത് സങ്കല്പമാണ് പരീക്ഷത്തിനെ ഇവിടെ എത്തിച്ചത്. പരീക്ഷത്ത് ശ്രീശുക ബ്രഹ്മർഷിയെ നമസ്കരിച്ചിട്ട് പറയണു, സിദ്ധോസ്മി അനുഗൃഹീതോസ്മി ഭവതാ കരുണാത്മന. ഞാൻ കൃതാർത്ഥനായിരിക്കണു. എങ്ങനെ കൃതാർത്ഥനായിരിക്കണു? ശ്രീശുക ബ്രഹ്മർഷിയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ കൃതാർത്ഥനായിരിക്കണം. എന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞിരിക്കണം. എങ്ങനെ അനുഗ്രഹിച്ചു കഴിഞ്ഞിരിക്കണു? ശ്രാവിതോ യച്ഛമേ സാക്ഷാത് അനാദിനിധനോ ഹരി. ശ്രീഗുരുവായൂരപ്പൻ്റെ അവതാരചരിത്രങ്ങൾ എന്നിലേക്കിതാ ഗുരുനാഥൻ പ്രകാശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ. സിദ്ധോസ്മി, അതുകൊണ്ട് തന്നെ കൃതാർത്ഥനായിരിക്കുന്നു. ഇതാണ് എത്തേണ്ടതായിട്ടുള്ള അവസ്ഥ. ഒരു ഭാഗവത സപ്താഹം അല്ലെങ്കിൽ ഒരു യജ്ഞം, ഒരു സത്രം കഴിഞ്ഞാൽ പറയാൻ സാധിക്കണം നമുക്ക്, സിദ്ധോസ്മി അനുഗ്രഹീതോസ്മി, ഞാൻ കൃതാർത്ഥനായിരിക്കണു എന്ന് പറയാൻ സാധിക്കണം. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കണു എന്ന് പറയാൻ സാധിക്കണം. അതാണ് ഭാഗവതത്തിൻ്റെ സാഫല്യം. അല്ലെങ്കിൽ അപ്പോഴാണ് നിങ്ങളിലേക്ക് ഭാഗവതം എത്തുന്നത്. പുരാണസംഹിതാമേതാം അശ്രൗഷ്മ ഭവതോ വയം യസ്യാം ഖലു ഉത്തമ ശ്ലോകോ ഭഗവാൻ അനുവർണ്യത്തെ. ശ്രീഗുരുവായൂരപ്പന് ഉത്തമ ശ്ലോകനായിട്ടുള്ള ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള ഈ സംഹിത, ഈ മന്ത്രം, ശാസ്ത്രം എന്നിലേക്കിതാ പ്രകാശിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഉറച്ച വാക്കുകൾ. എത്ര പേർക്ക് ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ ഇനി എനിക്ക് പേടിയില്ല എന്ന് പറയാൻ പറ്റും? എനിക്കിനി പരിഭ്രമങ്ങളില്ല, ക്ലേശങ്ങളില്ല ജീവിതത്തിൽ എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കാൻ പറ്റും. അതിലാണ് ഭാഗവതത്തിൻ്റെ ജയം. അങ്ങനെ പറയാൻ പറ്റണം. നിങ്ങളോട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുമോ എന്നറിയില്ല. പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമെന്നുള്ളവർ ഹരയേ നമ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയില്ല എന്നുണ്ടെങ്കിൽ, ജീവിതത്തെ കുറിച്ചിട്ട് എനിക്ക് പേടിയില്ല എന്നുണ്ടെങ്കിൽ, ആ ഹരയേ നമ എന്നുള്ള മന്ത്രം നിങ്ങൾ ഉറക്കെ പറയോ, ജീവിതത്തിന് എനിക്ക് പേടിയില്ല. പേടിയില്ലെങ്കിൽ പറയാൻ സാധിക്കണം. അങ്ങനെ എത്ര പേർക്ക് ഭാഗവതം മനസ്സിലായി എന്നറിയാമല്ലോ. ഞാനൊന്ന് പറയാം. അതിനെ പ്രഖ്യാപിക്കണം നമ്മൾ ഭാഗവത സത്രത്തിൽ. ഹരയേ നമഃ. ഇത്ര ശബ്ദം പോരാ, ഇത്ര ഉറപ്പ് പോരാ അതിനൊന്നും. ഹരയേ നമഃ, ഹരയേ നമഃ. ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ പേടിയില്ല എന്ന് പറയാട്ടോ. ഇനി നിങ്ങൾക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ബാധിക്കില്ല എന്ന് പറയാണ്. ഭാഗവതം എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. ഹരയേ നമഃ, ഹരയേ നമഃ, ഹരയേ നമഃ. ഭയമുണ്ടാവരുത് ജീവിതത്തിൽ, പരിഭ്രമമുണ്ടാവരുത് ജീവിതത്തിൽ, ക്ലേശങ്ങളുണ്ടാവരുത് ജീവിതത്തിൽ. പ്രസാദാത്മകമായിട്ട് ആയിരിക്കണം ജീവിതം. പ്രസാദത്തോടുകൂടി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രസാദം, ഭാഗവത പ്രസാദം, യജ്ഞപ്രസാദം, അത് ലോകത്തിലേക്ക് പ്രസരിക്കണം. ഭാഗവതം ലോകത്തിലേക്ക് പടരണം. ഇതേ ഭാവത്തോടുകൂടി പേടിയില്ലാതെ ജീവിതത്തെയും ജീവിത സംഭവങ്ങളെയും ഏറ്റെടുക്കുമ്പോൾ ലോകത്തിലെ മാറ്റങ്ങൾ, കാലാവസ്ഥയിലെ മാറ്റങ്ങൾ, നിങ്ങൾ ആരെയും അപമാനിക്കാതെ എല്ലാ ഇങ്ങോട്ട് വരുന്ന അപമാനങ്ങളെയും തിദിക്ഷയോടുകൂടി ഏറ്റെടുത്ത് ലോകത്തിന് മുഴുവൻ മാനദാനങ്ങൾ നൽകി ജീവിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഭാഗവതം ഒരു ഉറപ്പ് തരും.
ഇനി നിങ്ങൾ ജീവിതത്തെയും പേടിക്കണ്ട, മരണത്തെയും പേടിക്കണ്ട. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങളില്ല, ക്ലേശങ്ങളില്ല, പരിഭ്രമങ്ങളില്ല, കലഹങ്ങളില്ല എന്നുള്ളത് ഏറ്റെടുത്ത് പോകാൻ സാധിക്കണം. ഭാഗവതത്തിൻ്റെ ഇതാണ് സത്രം. സത്രം എന്നുള്ളത് കുറച്ചുകൂടി ഉറപ്പിച്ചു തരും, വിചാരശീലം കുറച്ചുകൂടി ഉണ്ടാവും. ഹരയേ നമാം. എനിക്ക് മതിയായിട്ടില്ല നാമം ജപിച്ചിട്ട്. ഹരയേ നമാം. ഈ നാമത്തിലാണ് ഭാഗവതം സമർപ്പിക്കാൻ പോകുന്നത്. പതിത സ്ഖലിതശ്ചാർത്തോ എന്ന് പറഞ്ഞ് ഹരയേ നമ എന്ന് ഉത്ബോധിപ്പിക്കും ഭാഗവതം. സിദ്ധോസ്മി അനുഗൃഹീതോസ്മി നമ്മൾ പറയേണ്ടത്, ഗുരുവായൂരപ്പനോട് പറയേണ്ട വാക്ക്, ഗുരുനാഥനോട് പറയേണ്ട വാക്ക്. സിദ്ധോസ്മി അനുഗൃഹീതോസ്മി. ഞാനിതാ കൃതാർത്ഥനായിരിക്കണു. എനിക്ക് ജീവിതത്തിൽ പരിപൂർണ തൃപ്തി ഉണ്ടായി കഴിഞ്ഞിരിക്കണു. എന്താ തൃപ്തി ഉണ്ടാവുക? തൃപ്തി ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ വഴിപാട് രശീത് എടുക്കണേ, എൻ്റെ ഭാവം ഒന്ന് മാറും. ലോകത്തിന് വേണ്ടി, ലോകമംഗളത്തിന് വേണ്ടി നിങ്ങൾ വഴിപാട് രശീത് എടുക്കും. ഇതുപോലെ സത്രങ്ങൾ ഇനിയും ധാരാളം ഉണ്ടാവാൻ വേണ്ടി, അല്ലാതെ സ്വാർത്ഥപരമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക്, സകാമായിട്ടുള്ള ആഗ്രഹങ്ങളെ ഒന്ന് മാറ്റിവെച്ച് അത് കിട്ടില്ല എന്നോ അത് പാടില്ല എന്ന് പറയല്ല. ആ സകാമമായിട്ടുള്ള ആഗ്രഹങ്ങളെ സ്വാർത്ഥപരമായുള്ള എൻ്റെ എന്നുള്ള എൻ്റെ ബോധത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് അനിത്യങ്ങളായുള്ള അനുഗ്രഹങ്ങൾ വിതറാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ആളല്ല ഭഗവാൻ. നമ്രാണാം സന്നിധത്തെ സതതമിപു പുരഃ ത്വയി അനഭ്യർത്ഥിതാൻ അഭ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരതി പരമാനന്ദസന്ദ്രാം ഗതിം ച. ചോദിച്ചത് തരും, ചോദിക്കാൻ വിട്ടുപോയത് തരും, ചോദിക്കാൻ മറന്നുപോയത് തരും, ചോദിക്കാൻ അറിയാത്തത് തരും. നമ്മൾ വഴിപാട് ഷീട്ട് എടുക്കണില്ല, മോക്ഷം തരണേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ട്. ഗുരുവായൂരപ്പനെ വേണമെന്ന് പറഞ്ഞിട്ട് എത്ര പേര് രശീത് എടുത്തിട്ടുണ്ട്? എൻ്റെ ജീവിതത്തിലേക്ക് ഭഗവാൻ വരണം എന്ന് പറഞ്ഞിട്ട് രശീത് എടുത്തുണ്ടോ? ഉണ്ടോ? ഞാൻ ആഗ്രഹിക്കണ യേശാമഹം പ്രിയ ആത്മാ സുതശ്ച സഖാ ഗുരു സുഹൃദോ ദൈവമിഷ്ടം. ഭഗവാൻ ഓടി വരാൻ തയ്യാറാണ് നിങ്ങളുടെ അടുത്തേക്ക്. ആ ഭഗവാനെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് അങ്ങനെ വഴിപാട് ചെയ്തെടുക്കണം. എൻ്റെ ജീവിതത്തിലേക്ക് ആനന്ദം, സച്ചിദാനന്ദമായിട്ട് വരണം ഗുരുവായൂരപ്പൻ. അപ്പോൾ പേടിയില്ല. സിദ്ധോസ്മി അനുഗൃഹീതോസ്മി. തൃപ്തി, ജീവിതത്തിൽ തൃപ്തി വേണം ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ. അപ്പോഴെന്താ? പരീക്ഷിത്ത് പറയണു, ഭഗവൻ സ്തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭേമ്യഹം. ഗുരുനാഥ, ഇനി ഒരു തരത്തിലുള്ള, അത് ആദ്യം തന്നെ പറഞ്ഞു, ആദ്യം തന്നെ പരീക്ഷിത്ത് പറഞ്ഞു, എനിക്ക് തക്ഷകനിൽ നിന്നും പേടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രായോപവേശം ചെയ്തത്. അല്ലെങ്കിൽ പ്രായോപവേശം ചെയ്ത് അവിടെ വന്നിരുന്ന മഹാത്മാക്കളോട് തക്ഷക ദശത്വലം ഗായത വിഷ്ണുഗാഥ അന്നേ പറഞ്ഞിട്ടുണ്ട്, 7 ദിവസം മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ വീണ്ടും ഉറപ്പിച്ചു പറയണു, ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭേമ്യഹം. ഒരു പേടിയില്ല എനിക്ക്. ഞാൻ പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ. ഗുരുനാഥൻ ശ്രീ ശുകബ്രഹ്മർഷി കാണിച്ചു തന്ന സച്ചിദാനന്ദ, സാന്ദ്ര സച്ചിദാനന്ദമായിട്ടുള്ള യോഗീന്ദ്രാണാം ത്വദംഗേഷു അധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരു കിസലയം നാഥാ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം. അത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ മധുരമനോഹര പാദമൂലം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ മിന്നി തിളങ്ങണുണ്ട്. അഭയം,
ആനന്ദം എന്നുള്ള അവസ്ഥ. അതുകൊണ്ട് അടുത്ത വാക്കുണ്ട് പരീക്ഷത്തിൻ്റെ. ഇത് പറയാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കുമെന്ന് അറിയില്ല. ഇതാണ് ഭാഗവതത്തിൻ്റെ ഉറപ്പ് അല്ലെങ്കിൽ ശക്തി എന്നുള്ളത്. ബ്രഹ്മൻ മാം അനുജാനീഹി. എന്താ ഉറച്ച വാക്കുകൾ പരീക്ഷത്തിൻ്റെ. ഇത് പറയാൻ സാധിക്കുമോ നമുക്കറിയില്ല. സാധിക്കുകയെങ്കിൽ ജയിച്ചു നമ്മളുടെ ജീവിതത്തെ. ബ്രഹ്മൻ മാം അനുജ, എനിക്ക് സമ്മതം തരണം എന്നാണ്. എന്തിന് സമ്മതം തരണം? ശ്രീ ശുകബ്രഹ്മർഷി വാചം യച്ഛാമി മുക്തകാമാശയം ചേത അധോക്ഷജേ പ്രവേശ്യ അസൂൻ വിസൃജാമി. ഗുരുനാഥനോട് സമ്മതം. എനിക്ക് ഒന്നിനെയും പേടിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് സമ്മതം തരണം. എന്തിനു സമ്മതം തരണം? ഞാൻ എൻ്റെ സകല ഇന്ദ്രിയങ്ങളെയും ഭഗവാനിലേക്ക് തിരിച്ച് ഉറപ്പിച്ച് എൻ്റെ പ്രാണങ്ങളെ അല്ലെങ്കിൽ എൻ്റെ ജീവനെ ഭഗവാനിലേക്ക് വിലയം പ്രാപിക്കുവാൻ എനിക്ക് സമ്മതം തരണം. പറയാൻ പറ്റുമോ? ഞാൻ മരിക്കാൻ തയ്യാറാണെന്ന് ഗ്രാമ്യമായിട്ട് പറയുക വെച്ചാൽ അതാ എനിക്ക് മരിക്കാൻ സമ്മതം തരണം. ഗ്രാമ്യമായിട്ട് പറയുമ്പോൾ, നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ ഇതൊരുറപ്പാ. എനിക്ക് സമ്മതം തരണം ഗുരുനാഥൻ. ഗുരുവായൂരപ്പനിലേക്ക് വിലയം പ്രാപിക്കുവാൻ എനിക്ക് സമ്മതം തരണം. അത് കൊടുക്കുകയും ചെയ്തു കേട്ടോ ശ്രീ ശുകബ്രഹ്മർഷി. അതാണ് പരിഭ്രമല്ല. ഗുരുനാഥേ അങ്ങ് ജീവിച്ചിരിക്കല്ലേ വേണ്ടി. അങ്ങനെയല്ല. ശരീരത്തെ ത്യജിച്ച് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സമ്മതം തരണം. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും. ഒക്കെ ശാസ്ത്രമൊക്കെ കേട്ടു, ഭാഗവതമൊക്കെ കേട്ടു, നല്ലോണം മനസ്സിലായി. ഇനി കുറച്ചു കാലം കൂടി ഇതൊക്കെ ബാക്കിയുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ജീവിച്ചിരുന്ന കുഴപ്പമില്ലല്ലോ. അങ്ങയ്ക്കൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ ഇനി കുറച്ചു കാലം കൂടി ആ ജീവിതം ഇതൊക്കെ പഠിച്ച് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് ജീവിച്ചൂടെ? അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കണ്ടേ എന്ന് ചോദിക്കുകയാണെങ്കിൽ പരീക്ഷത്തിൻ്റെ ഉത്തരമുണ്ട്. എന്താ? എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കണു ഞാൻ. വേണുഗാനം പൊഴിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ട് എന്നെ നിൽക്കുമ്പോൾ, അവിടെ നിൽക്കുമ്പോൾ, കുറച്ച് ദൂരത്തായിട്ട് നിൽക്കുമ്പോൾ ഞാൻ പറയുകയാണ്, ഗുരുവായൂരപ്പ കുറച്ച് നേരം കൂടി അവിടെ നിൽക്കണേ, ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വരാം എന്ന് പറയാണ്ട ആവശ്യമില്ലല്ലോ. അജ്ഞാനം ച നിരസ്തം മേ ജ്ഞാനവിജ്ഞാനനിഷ്ഠയാ ഭവതാ ദർശിതം ക്ഷേമം പരം ഭഗവത പദം. ഭഗവാന്റെ സച്ചിദാനന്ദം ദാ അടുത്തിങ്ങനെ എത്തിയിരിക്കുമ്പം അതിലേക്ക് കുതിച്ചു ചാടാൻ വേണ്ടി, അല്ലേ, ഗംഗേ ഔഘമുതന്വതി എന്ന് കുന്തിദേവി പറയണ പോലെ അതിലേക്ക് കുതിച്ചു പ്രവഹിക്കുക എന്നുള്ളതാണ് ജീവന്റെ ലക്ഷ്യം. അല്ലാതെ കുറച്ച് മടിച്ചു നിൽക്കല്ല വേണ്ടത്. അതിലേക്ക് എത്ര പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുമോ അത്ര പെട്ടെന്ന്. കാരണം എൻ്റെ സർവ്വ സംശയങ്ങളും തീർന്നിരിക്കണു എന്ന് പറഞ്ഞിട്ട് അതിനെ സമ്മതം ചോദിക്കുകയാണ് ഗുരുനാഥൻ. ഇതാണ് ഭാഗവതം പറഞ്ഞു തരുന്ന അവസാനത്തെ രംഗങ്ങൾ. കഥകൾ ഇനിയുണ്ടെങ്കിലും അവിടെ അതിന് സമ്മതം കൊടുത്ത് അനുജ്ഞാപ്യ ഭഗവാൻ ബാദരായണി ജഗാമ ഭിക്ഷുഭിസ്സാഗം നരദേവേന പൂജിത. ശ്രീ ശുകബ്രഹ്മർഷി അതിന് ഗംഗാതീരത്തെ ഈ പ്രാർത്ഥനയിലിരുന്ന സകലർക്കും അതിനെ സാധ്യമാക്കി തീർത്ത് പരമഹംസന്മാരുടെ കൂടെ ശ്രീ ശുകബ്രഹ്മർഷി ഇതാ യാത്രയായി എന്നാണ്. പരീക്ഷിത വിരാജർഷി ആത്മന്യാത്മാനമാത്മനാ. ബുദ്ധി കൊണ്ട് മനസ്സിനെ ഗുരുവായൂരപ്പനിൽ ആത്മനി ആത്മാനം ആത്മന
ഓരോ ആത്മാപദത്തിനും വെവ്വേറെ ശബ്ദമുണ്ട്. ഇനി അല്ലെങ്കിൽ അവനവനെ കൊണ്ട് അവനവനെ അവനവനിലേക്ക്, പക്ഷെ ബുദ്ധി കൊണ്ട് മനസ്സിനെ ഭഗവാനിലേക്ക് സമാധായ. എന്താ പരീക്ഷത്തിൻ്റെ അവസ്ഥ? കുറേ വിശേഷണമുണ്ട് പരീക്ഷത്തിനെ കുറിച്ചിട്ട്. ബ്രഹ്മഭൂത, മഹായോഗി, നിസ്സംഗ, ഛിന്ന സംശയ. ഇതുമാവണം നമ്മൾ. ആയിട്ടുണ്ടോ എന്നറിയില്ല. ബ്രഹ്മഭൂത, ബ്രഹ്മം തന്നെയായി. ഛിന്ന സംശയ, ജീവിതത്തിൽ ഇനി ഒരു പരിഭ്രമം, സംശയത്തിൻ്റെ ലേശം പോലും ഇല്ലാത്തവനായി. നിസ്സംഗ, ഒന്നിനോടും ഒട്ടലുകൾ ഇല്ലാത്തവനായി. മഹായോഗി, മഹായോഗിയായി. ഇതും ആവേണ്ടതാണ് നമ്മൾ. നമ്മളെയും കൂടിയാണല്ലോ ഭാഗവതം മുന്നിലിരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് അവസാനം നമുക്കൊരു ഹരേ നമ അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ചെല്ലാം, ഒരു 10:30 ആ സമയമാകുമ്പോൾ. കാരണം ഇനിയും പ്രകരണം കുറേ പറയാനുണ്ട്. പരീക്ഷത്തിനെ ദംശിക്കാൻ വേണ്ടി തക്ഷകൻ വരുമ്പോഴാണ്, അത് പെട്ടെന്ന് പറഞ്ഞു പോവാം. പരീക്ഷത്തിനെ ദംശിക്കാൻ വേണ്ടി തക്ഷകൻ വരുമ്പോഴാണ് ഒരു വിഷഹാരിയായിട്ടുള്ള കശ്യപനെ കണ്ടത്. എവിടേക്കാണ് പോകുന്നത് രണ്ടുപേരും കൂടി ചോദിച്ചു. അപ്പോൾ ഒരാൾ വിഷഹാരി പറഞ്ഞു, ഞാൻ പരീക്ഷത്തിനെ രക്ഷിക്കാൻ പോവുകയാണ്. അങ്ങേക്ക് രക്ഷിക്കാൻ സാധിക്കുമോ തക്ഷകനിൽ നിന്ന്? സാധിക്കുമെന്ന് പറഞ്ഞു. ഞാനാണ് തക്ഷകൻ, രക്ഷിക്കാൻ സാധിക്കും തക്ഷകനിൽ നിന്ന്. പിന്നെ അവിടെ ഒരു വൃക്ഷത്തിനെ ദംശിക്കാൻ പറഞ്ഞു. തക്ഷകൻ ആ വൃക്ഷത്തിനെ ദംശിച്ചു, അത് ഭസ്മായി പോയി. ഈ വിഷഹാരി എന്തോ മന്ത്രമൊക്കെ ജപിച്ച് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അത് വീണ്ടും കതിരിട്ട് മുളച്ചു വന്നു എന്നാണ് ആ വൃക്ഷം. ഇത് കണ്ട് തക്ഷകന് തോന്നിയത്, ഇങ്ങനെ തൻ്റെ കഴിവൊക്കെ നിസ്സാരമാക്കി കളയണ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ തന്നെ ആർക്കും പേടിയില്ലാതെയാവും എന്നുള്ള രീതിയായി. അദ്ദേഹത്തെ ഐശ്വര്യാദികൾ, ധനമൊക്കെ കൊടുത്ത്, ആ വിഷഹാരി എന്തിനാ പോണത് രക്ഷിക്കാൻ, അങ്ങക്ക് എനിക്ക് ധനം കിട്ടാനാണ്, ധനം കൊടുത്തിട്ട് മടക്കി അയച്ചു വിഷഹാരിയെ. ഇവിടെ വന്നു. കാമരൂപനാണ് തക്ഷകൻ. ഏത് വേഷം ആഗ്രഹിക്കണോ ആ വേഷത്തെ എടുക്കാൻ സാധിക്കും. ആ ഒരു ബ്രാഹ്മണ വേഷം എടുത്തു. പരീക്ഷിത്താണെങ്കിൽ സച്ചിദാനന്ദത്തിൽ ലയിച്ചിരിക്കുകയാണ്. ആ പരീക്ഷത്തിന് ആചാര്യന്മാർ പറയാറുള്ളത്, ഈ ശ്രീശുഖബ്രഹ്മർഷിയിൽ നിന്ന് ഭാഗവതത്തെ ശ്രവിച്ച മഹാത്മാവായുള്ള പരീക്ഷത്തിനെ ഒന്ന് നമസ്കരിക്കണം എന്നുള്ള രീതിയിൽ വന്ന് സ്പർശിച്ചു, അല്ലെങ്കിൽ ദംശിച്ചു, അല്ലെങ്കിൽ ഭക്ഷിച്ചു എന്നാണ് ഇവിടെ പദം. ദംശിച്ചതോടുകൂടി ആ പരീക്ഷത്തിൻ്റെ ശരീരം ഭസ്മമായിട്ട് പോയി എന്നാണ്. തക്ഷകൻ പരീക്ഷത്തിൻ്റെ പുത്രനെ പോലെ പെരുമാറി എന്നാണ് പറയുക. പുത്രനാണ് ശരീരം ദഹിപ്പിക്കേണ്ടത്. ആ പ്രവൃത്തി തക്ഷകൻ ചെയ്തു. ആദ്യം ഒരു കുറച്ചു നേരം എല്ലാവരും ഒന്ന് ദുഃഖിച്ചു. പക്ഷെ പിന്നീട് ഹാഹാകാരോ മഹാനാസിത്, അവിടെ ആനന്ദ ശബ്ദങ്ങൾ ഉണ്ടായി. എല്ലാവരും അത്ഭുതപ്പെട്ടു. ദേവദുന്ദുഭികൾ ഒക്കെ ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടിയൊക്കെ ഉണ്ടായി. മകനായുള്ള ജനമേജയൻ അച്ഛനെ കൊന്നത് തക്ഷകനാണ് എന്ന് പറഞ്ഞ് സർപ്പസത്രത്തെ ആരംഭിച്ചു. അനേകം സർപ്പങ്ങൾ വെന്തു മരിച്ചു. എന്തുകൊണ്ട് തക്ഷകൻ വീണില്ല എന്ന് ചോദിച്ചപ്പോൾ തക്ഷകൻ ദേവേന്ദ്രനെ ആശ്രയിച്ചതുകൊണ്ടാണ് തക്ഷകൻ വീഴാത്തത് എന്ന് പറഞ്ഞു. നാ ദേവേന്ദ്രനെ കൂടി തക്ഷകനോടുകൂടി വീഴ്ത്തിക്കോളൂ എന്ന് ജനമേജയൻ പറഞ്ഞപ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള മന്ത്രം ജപിച്ചത്. വിമാനത്തോടും തക്ഷകനോടും കൂടി ദേവേന്ദ്രൻ വീഴാൻ തുടങ്ങി. അപ്പോഴാണ് ബൃഹസ്പതി വന്ന് അതിന് പാടില്ല, ഈ ദേവേന്ദ്രാദികൾ ഒക്കെ അമൃതം കഴിച്ചവരാണ്, അതുകൊണ്ട് അങ്ങ് ഈ സർപ്പസത്രത്തിൽ നിന്ന് പിന്തിരിയണം എന്ന് ജനമേജയനോട് പറഞ്ഞത്. അതിൽ പ്രകാരം ജനമേജയൻ സർപ്പസത്രത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. സൈഷാ വിഷ്ണോർ മഹാമായ ബാധ്യയാ ലക്ഷണ. ഈ ജനമേജയനോട് ബൃഹസ്പതി പറയും, തക്ഷകൻ ആണ് എന്ന് ധരിക്കരുത്, അങ്ങയുടെ അച്ഛനെ വധിച്ചത് തക്ഷകനാണ് എന്ന് ധരിക്കരുത്. കാരണം സർപ്പചൗരാഗ്നി വിദ്യുദ്ഭ്യ ക്ഷുത്രുഡ്വ്യാധ്യാദിബിർനൃപ പഞ്ചത്വം ഋച്ഛതേ ജങ്തു ഭുങ്ക്ത ആരബ്ധകർമ്മതൽ. നമ്മൾ നോക്കൂ, ആകസ്മികമായിട്ട് ചിലവരെ
സർപ്പം ദംശിക്കണു, സർപ്പം കടിക്കണു, ചിലപ്പോൾ കള്ളന്മാർ ഗൃഹത്തിൽ, പലരുടെയും ഗൃഹത്തിൽ കയറണു, അഗ്നിബാധ ഉണ്ടാവണു, ഇടിമിന്നലേറ്റ് മരിക്കണു, വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും രോഗങ്ങളെ കൊണ്ടുമൊക്കെ ആൾക്കാർ മരിക്കണു. എങ്ങനെ മരിക്കണു? ഇതൊക്കെ നിമിത്തം മാത്രമായിട്ട് വരികയാണ്. നിമിത്തമായിട്ട് ഭഗവൻ സങ്കല്പമായിട്ട് ഈ വസ്തുക്കൾ വരണേ ഉള്ളൂ. അവനവൻ്റെ കർമ്മമാണ് ഓരോരുത്തരെയും ബാധിക്കണത്. അപ്പോൾ നിരപരാധികളായിട്ടുള്ള സർപ്പങ്ങൾ കുറേ പേര് എന്ത് മരിച്ചു വെച്ചാൽ അതിലും അങ്ങ് വ്യസനിക്കേണ്ട, കാരണം അത് അവരുടെ കർമ്മഫലം എന്നുള്ള രീതിയിലാണ് ആശ്വസിപ്പിക്കേണ്ടത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മായ ലോകത്തിനെ മുഴുവൻ ബാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വലിയ വലിയ ആൾക്കാരെ കൂടി സൈഷാ വിഷ്ണോർ മഹാമായ ബാധ്യയാ ലക്ഷണായ മുഹ്യന്ത്യസ്യേവാത്മഭൂത ഭൂതേഷു ഗുണവൃത്തിഭി. ഇതിനെങ്ങനെ, ഈ മായയെ എങ്ങനെ തരിക്കണം? നയത്ര ദംഭീത്യഭയാവിരാജിത. നല്ല വേദാന്താണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ട് ആശ്വാസം, അല്ലെങ്കിൽ നല്ലോണം ഉറക്കം വരും. കാരണം പറയാനും കൂടി അതിൻ്റെ നല്ല വിസ്തരിച്ച് പറയേണ്ടി വരും. ഈ മായയെ എങ്ങനെ അതിവർത്തിക്കണം എന്ന് പറഞ്ഞാൽ, പരമഹംസന്മാർ ഭഗവാനിൽ ഉറപ്പിച്ചു നിന്ന് ഭഗവാനിൽ നിർഭയായിട്ട്, നമ്മളെപ്പോലെ അധ്യാസമുള്ള അജ്ഞാനം ബാധിച്ച ആൾക്കാരെ മായക്കൊട്ടും പേടിയില്ല. നമ്മളിലേക്ക് സുഖമായിട്ട് വരും, നമ്മളിൽ വിഹരിക്കും മായ. പക്ഷേ ഭഗവാനിൽ അത്ര നിർഭയായിട്ട് മായ പ്രവർത്തിക്കണില്ല. അവിടെ ആ ഭഗവാനിലേക്ക് രമിക്കണ, ഉറച്ചു നിൽക്കുന്ന പരമഹംസന്മാരിൽ അതേപോലെ തന്നെ മായ നിർഭയായിട്ട് പ്രവർത്തിക്കണില്ല. അപ്പോൾ അവിടെ മായ കൊണ്ട് ഉണ്ടാവുന്ന തരത്തിലുള്ള വാദങ്ങൾ, അതായത് ഇത് സത്യം, ഇത് അസത്യം, നിത്യം അനിത്യം എന്നുള്ള തരത്തിലുള്ള വാദങ്ങൾ ഉണ്ടാവണില്ല. അവിടെ മനസ്സുകൊണ്ടുണ്ടാവുന്ന സുഖം ദുഃഖം ഇങ്ങനെയുള്ള വ്യാപാരങ്ങളും അവിടെ ഉണ്ടാവണില്ല. അവിടെ തന്നെ നയത്ര സൃജ്യം സൃജതോ ഭയോ പരം ശ്രേയശ്ച ജീവസ്ത്രിഭിരന്വിതസ്ത്വഹം. സൃഷ്ടി നടത്തുന്ന ആള്, അതിനുള്ള ഉപകരണങ്ങൾ, അതിൻ്റെ ഫലമായിട്ട് വരുന്ന വസ്തുക്കൾ, ഇങ്ങനെയുള്ള 3 തരത്തിലുള്ള വസ്തുക്കളും അവിടെ ഉണ്ടാവണില്ല. അങ്ങനെയുള്ള ഭഗവാനിൽ നല്ലവണ്ണം ഇന്ദ്രിയാദികളെയൊക്കെ ഉറപ്പിച്ചിട്ട് ഭഗവാനിലേക്ക് ഉറച്ചു നിൽക്കണു പരമഹംസന്മാർ. അല്ലെങ്കിൽ അങ്ങനെ വേണം എന്നർത്ഥം എന്നുള്ളതാണ് പറഞ്ഞ് നമോ ഭഗവതേ തസ്മൈ കൃഷ്ണായ കുണ്ഠമേധസേ യൽപാദംബുരുഹധ്യാനാൽ സംഹിതാമധ്യഗാമിമാം. സംഹിത എന്നുള്ള വാക്ക് ഈ അധ്യായത്തിൽ 2 പ്രാവശ്യം പറയുന്നുണ്ട്. ഉറപ്പിക്കുകയാണ് ഇത് വേദ മൂലം തന്നെയാണ്, അല്ലെങ്കിൽ നിഗമകൽപ്പതരോർ ഗളിതം ഫലം എന്നുള്ളത് തന്നെയാണ് ശ്രീമദ് ഭാഗവതം എന്ന് ഉറപ്പിച്ച് അതിനെ പ്രാരുണ്യത്തോടുകൂടി പ്രകാശിപ്പിച്ചു തന്ന വേദവ്യാസ മഹർഷിയെ നമസ്കരിക്കുമ്പോഴാണ് വേദവിഭാഗങ്ങളെ കുറിച്ചിട്ട് അറിയണം എന്നുള്ള ആഗ്രഹം. അപ്പോൾ വേദം എങ്ങനെ ഉത്ഭവിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട്, എങ്ങനെ ഓങ്കാരം ഉണ്ടായി, ആ ആകാര ഉകാര മകാരങ്ങൾ വഴി വന്ന, പിന്നെ അന്തസ്തോഷ്മസ്വര സ്പർശ ഹ്രസ്വദീർഘാദി ലക്ഷണം, യാരാലാവ അന്തസ്ഥങ്ങള്, ശാശാസാഹ ഊഷ്മാക്കള്, സ്വരങ്ങള് 20, 25 വ്യഞ്ജനങ്ങള് അല്ലെങ്കിൽ സ്പർശങ്ങള്, ഇങ്ങനെ 51 അക്ഷരാളി കലിത തനുലതേ വേദമാകുന്ന ശാഖിക്കൊമ്പത്തമ്പോടു പൊക്കും കുസുമതീലെന്തുന്ന പൂന്തേൻ കുഴമ്പേം ചെമ്പൊൽ തർബാണഡംബ പ്രശമന സുഹൃദോപാത്ത സൗഭാഗ്യലക്ഷ്മീ സമ്പത്തേ കുമ്പിടുന്നേൻ കഴലിണവലയാധീശ്വരീ വിശ്വനാഥേ എന്നുള്ള തരത്തിൽ അതിനെ തന്നെ ബ്രഹ്മദേവൻ 4 മുഖങ്ങളിൽ കൂടിയിട്ട് പ്രകാശിപ്പിച്ച വേദങ്ങളെ ശിഷ്യ പരമ്പരകളിൽ കൂടി പ്രജാപതിമാരിൽ കൂടി വന്ന് ഈ വൈവസ്വത മന്വന്തരത്തിൽ ഭഗവതവതാരമായുള്ള വേദവ്യാസനിൽ കൂടി അതിനെയൊക്കെ
4 വിഭാഗങ്ങളാക്കിയിട്ട് തന്നെ പ്രത്യേകമായിട്ട് വ്യസിക്കപ്പെട്ടു. ശിഷ്യ പൈലൻ, വൈശമ്പായനൻ, ജൈമിനി, സുമന്തു അവരുടെ ശിഷ്യപരമ്പരകളിൽ കൂടിയിട്ട് ഈ 4 വേദങ്ങളെ ലോകത്തിലേക്ക് പ്രകാശിപ്പിച്ചു. അതിൽ തന്നെ യജുർവേദം, തൈത്തിരീയ സംഹിത, വാചസ്പനേയ സംഹിത, കൃഷ്ണയജുർവേദം, ശുക്ലയജുർവേദം ഉണ്ടായി വന്ന കഥ, പിന്നീട് 18 പുരാണങ്ങൾ തുടങ്ങിയവയൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളെയൊക്കെ പ്രകാശിപ്പിച്ചിട്ടാണ് നമ്മുടെ പ്രകരണം സമർപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ള കർത്തവ്യം ഇല്ലെങ്കിൽ, അത് സാധിച്ചില്ലെങ്കിൽ കൂടെ നമുക്ക് ലജ്ജ വിട്ട് നാമം ജപിക്കാൻ, നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഭാഗവതം കേട്ടതിൻ്റെ ഗുണങ്ങളെ കുറച്ചെങ്കിലും ജീവിതത്തിൽ പകർത്തി എഴുതാൻ, ഇനി പരിഭ്രമല്ല, ദുഃഖമില്ല, എനിക്ക് ഭയമില്ല. എന്തിനെ ഭയമില്ല? നമുക്ക് പലപ്പോഴും ജീവിതത്തെ ഭയമാണ്, മരണത്തെയും ഭയമാണ്. അതിനെയൊക്കെ ഒഴിവാക്കി മഹായോഗിയായി നിസ്സംഗനായിട്ട് ഛിന്നസംശയനായിട്ട് തീരാനൊക്കെ വേണ്ടി നമുക്കൊരു 3-4 പ്രാവശ്യം ഹരേ നമ എന്ന് ഉറക്കെ പറയുമ്പോൾ ഭാഗവത സമർപ്പണ രംഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹരേ നമ എന്നുള്ളത് ആ പ്രതിജ്ഞ ഇവിടെ നിന്ന് പകർത്തി ലോകത്തിലേക്ക് പടർത്തി, ഭാഗവതത്തെ ലോകത്തിലേക്ക് പടർത്തി നിങ്ങൾ ഓരോരുത്തരും പ്രകാശമാനമായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപികളായിട്ടുള്ള പ്രേമാമൃത സ്വരൂപികളായിട്ടുള്ള ജീവന്മാരാവട്ടെ എന്നുള്ള തരത്തിൽ ഹരയേ നമ എന്ന് നമുക്ക് ഉച്ചത്തിൽ ഒരു 3 പ്രാവശ്യം ജപിക്കാം. ഹരയേ നമാം, ഹരയേ നമാം, ഹരയേ നമാം. നാരായണ നാരായണ നാരായണ. വാക്കുകളൊക്കെ ഗുരുനാഥന്മാരുടെ, ഭക്തജനങ്ങളുടെ, മഹാദേവൻ്റെ, ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ച് നിർത്തും.